പ്രിന്റു മഹാദേവ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പ്രിന്റു മഹാദേവ്, 2019 കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുന്നത്. അതിനുശേഷം 6 വർഷങ്ങൾ പിന്നിടുമ്പോൾ സ്വാഭാവികമായും അവിടെ ജനങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നത് വ്യക്തമാണ്. കേന്ദ്ര സർക്കാരുമായി അവർ അക്കാര്യങ്ങൾ ചർച്ച ചെയ്ത് വരികയാണ്. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് അവിടുത്തെ വികാരം എന്നത് BJPക്ക് ബോധ്യപ്പെടുന്ന തരത്തിൽ ജനവികാരം ഉണ്ടായതാണ്. അത് വോട്ടായി പ്രതിഫലിച്ചതാണ്. നിങ്ങൾക്ക് നേരത്തെ ഈ വിഭജിക്കൽ അല്ലെങ്കിൽ കേന്ദ്രഭരണ പദവിയാക്കി മാറ്റിയ നടപടിക്ക് യോജിച്ച് നിന്ന ജനങ്ങൾ മാറി ചിന്തിക്കുന്നതിൻ്റെ സൂചനകൾ ആ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്നെ നൽകിയതാണ്. അപ്പോൾ ആ അസ്വസ്ഥത അവിടെ ഉള്ളതാണ്. സ്വാഭാവികമായും ചർച്ചകൾ വൈകുകയും തീരുമാനം വൈകുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന സ്വാഭാവിക പ്രതികരണമല്ലേ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ളത്? അതിനെ ആ രീതിയിൽ അഡ്രസ് ചെയ്യുകയല്ലേ ഇനിയെങ്കിലും വേണ്ടത്? അല്ല, അതിനൊരു സ്വാഭാവിക പ്രതികരണമെന്നോ ഒരു ജൈവികമായിട്ടുള്ള ഒരു സമരം എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സാധ്യമല്ല. സത്യത്തില് ഈ വാങ്കാഹനിന് മുന്നിലേക്ക് അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു ജൻസി തുടങ്ങാനുള്ള കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ ഇവിടത്തെ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിനോടും ഭരണകൂടങ്ങളോടും എതിർപ്പുള്ള മതഭീകരവാദികളും ഇവിടത്തെ അർബൻ നക്സലുകളും എല്ലാവരും കൂടി ഒരു തുടക്കമിട്ടതാണ് ലഡാക്കിൽ. പക്ഷേ ആ ലഡാക്കിലെ തുടക്കം തന്നെ ഒരു ജൻസി കലാപം ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഈ രാജ്യം അതിനെ നേരിടുക എന്നുള്ളത് കൃത്യമായിട്ട് ലഡാക്കിൽ മോഡൽ ഈ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നേരത്തെ മോഹൻ സാദ് പറഞ്ഞതുപോലെ അവിടുത്തെ സ്വാഭാവികമായിട്ട് ഭരണപരമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങളുണ്ട്. സ്വാഭാവികമായും സംസ്ഥാന പദവി അടക്കം ഗോത്ര മേഖലയിലെ പ്രശ്നങ്ങൾക്കടക്കം പരിഹാരമുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ ഇവരുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. രണ്ടാം ഘട്ട ഔദ്യോഗിക ചർച്ച നടക്കുന്നത് നാളെ സെപ്റ്റംബർ 26 നിശ്ചയിച്ചിരുന്നു. ഒക്ടോബർ 6 ഔദ്യോഗികമായി ചർച്ച നിശ്ചയിച്ചിരുന്നു. അങ്ങനെ ഔദ്യോഗികമായിട്ട് ഒരു ആസൂത്രിതമായിട്ട് ആ ജനങ്ങളുടെ ക്ഷമിക്കുക, നോക്കൂ, താങ്കൾ തന്നെ സമ്മതിക്കുന്നു അവിടെ അടിസ്ഥാനപരമായി ചില പ്രശ്നങ്ങൾ അങ്ങനെയല്ല ഞാനൊന്നും പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുന്നതിനേക്കാൾ മുമ്പ് ഇടപെടല്ലേ. ഒക്ടോബർ 6 ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കലാപമോ ഒരു ശ്രമമോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ സർക്കാർ സംവിധാനങ്ങൾ കേന്ദ്ര ഭരണകൂടമൊക്കെ ഇവരുടെ ആവശ്യങ്ങളൊക്കെ നിരാകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടന്നതെന്ന് മനസ്സിലാക്കുക. ഇവരിപ്പോൾ സമരനായകനെ മുൻനിർത്തിക്കൊണ്ട് സമരം നടത്തുന്നുണ്ട്. അതിന് സപ്പോർട്ടേഴ്സ് ആയിട്ട് ഇപ്പൊ കോൺഗ്രസിന്റെ ആളുകളും ഇപ്പൊ മോഹൻ സാറെ കുറേ ആളുകൾ അദ്ദേഹത്തിനെ എതിർക്കാതെയും അനുകൂലിച്ചുകൊണ്ട് പറയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ടത് പാകിസ്ഥാന്റെ കയ്യിലെ രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ പിന്നണികളാണ് ഈ മനിഹാൽ. കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി 6 അദ്ദേഹം പാകിസ്ഥാനിൽ വെച്ചിട്ട് ബ്രീത്ത് പാകിസ്ഥാൻ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ സംസാരിച്ചാലാണ് ഈ വ്യക്തി. അദ്ദേഹം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയുമായിട്ടും അവിടുത്തെ ഈ ഭരണകൂട തട്ടിമറച്ച വ്യക്തിയുമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധം കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമായിട്ടാണ്. കഴിഞ്ഞ സെപ്റ്റംബർ 10 അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വലിയ സമ്മേളനത്തെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയിൽ ഒരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് നേപ്പാൾ മോഡൽ, ശ്രീലങ്ക മോഡൽ, ബംഗ്ലാദേശ് മോഡൽ ഒരു മൂവ്മെന്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളെ തെരുവിലിറക്കിക്കൊണ്ട് ഭരണകൂടത്തെ തകർക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും ഇന്ത്യ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നോക്കൂ, അവിടെ അടിസ്ഥാനപരമായി പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് താങ്കൾ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അത് അഡ്രസ് ചെയ്യാനുള്ള ചർച്ചകൾ നടന്നു വരികയാണ് എന്നത് അംഗീകരിക്കുന്നുണ്ടല്ലോ. ജൻസി ആരെങ്കിലും ഈ രാജ്യത്ത് അങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തുകയാണെങ്കിൽ, അങ്ങനെ ഒരു നീക്കം നടത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് ലഡാക്ക് എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള സാധ്യതകൾ കണ്ടിട്ടാണല്ലോ അവിടെ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് എന്നത് നിങ്ങൾ അംഗീകരിക്കുന്നു. ചർച്ചകൾ നടന്നു വരികയാണ് എന്നത് അംഗീകരിക്കുന്നു. 15 ദിവസമായി നിരാഹാര സമരമാണ്. അതിൽ പ്രായമായവർ ക്ഷീണിതരാവുകയും ബുദ്ധിമുട്ട് അവർ നേരിടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ യുവാക്കൾക്ക് തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അടിയന്തര വിഷയമായി കണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് വെച്ചാൽ അത് അഡ്രസ് ചെയ്യുകയല്ലേ വേണ്ടത്. അതിന്റെ ഒരു ചർച്ച അടുത്ത മാസം 6 നീക്കിവെക്കേണ്ടുന്ന സാഹചര്യം എന്താണ്? അടിയന്തര പ്രശ്നങ്ങളെ ആ രീതിയിൽ പ്രാധാന്യത്തോടു കൂടി കണ്ട് അതിൽ ഇടപെടൽ നടത്താതെ അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിൽ ഒക്ടോബർ 6 ചർച്ചകൾ മാറ്റിവെക്കേണ്ടുന്ന സാഹചര്യം എന്തായിരുന്നു? ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഔദ്യോഗികമായ ചർച്ചകൾ ഒക്ടോബർ 6 തീയതിയാണ്.
ഈ സമരം 25 ദിവസം സമരം ചെയ്യുന്ന ആളുകൾക്ക് എന്താ ഒരാഴ്ച കൂടി കാത്തുനിന്ന് കഴിഞ്ഞാൽ അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ എപ്പോഴാണ് സമരം പ്രഖ്യാപിക്കുന്നത്? വിചാരിക്കുമ്പോൾ ജനവികാരം ഇങ്ങനെയാകും. സമരം കിടക്കുന്നവർക്കാണല്ലോ ആ ബുദ്ധിമുട്ടുണ്ടാവുക. അവർ നാളുകളായി പ്രശ്നത്തിലാണല്ലോ. തൊഴിലില്ലായ്മ രൂക്ഷമാണ്, മറ്റ് പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ഒരു ഭരണ സംവിധാനം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അവർ ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ സമാധാനപൂർവ്വം താങ്കൾ ഈ പറഞ്ഞ വ്യക്തി സോണം വാങ്ചുക്കിന്റെ ബന്ധങ്ങൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താണ് എന്നത് അന്വേഷിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. അതിൽ അന്വേഷണമാകാം. അദ്ദേഹം മുൻകൈയെടുത്ത് നടന്ന പ്രക്ഷോഭം അത് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞതിന് ശേഷം വേണ്ട, അതുവരെ കാത്തു നിൽക്കേണ്ട. CBIക്ക് ഇപ്പോൾ നടത്തിയിട്ടുള്ള നടപടികൾ എടുക്കാനോ അന്വേഷണം പ്രഖ്യാപിക്കാനോ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാനോ അതൊരു സംഘർഷം എത്തുന്നത് വരെ കാത്തിരിക്കേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ളത് സംവിധാനങ്ങൾ അന്വേഷിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, അവിടുത്തെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്നത് നമ്മുടെ സംവിധാനങ്ങൾക്കറിയാം. അവിടെ ആ ചർച്ച നടക്കുകയാണ്. അപ്പോൾ അത് മുതലെടുക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടക്കുന്നുണ്ടെങ്കിൽ അതിന് വഴിവെക്കാതെ അവിടെ പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കമായിരുന്നില്ലേ അടിയന്തരമായി ചെയ്യേണ്ടത്? അല്ല, അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്തതുകൊണ്ടാണ് 2019 കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത്. വേണം 2019 ശേഷം പദവി എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? ഇതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് പറഞ്ഞു. ഇതോടുകൂടി പ്രശ്നങ്ങൾ അവസാനിച്ചു എന്ന് പറഞ്ഞു. അവിടെ നിങ്ങളുടെ തീരുമാനത്തിനൊപ്പം നിന്നവർക്ക് കുറെ മോഹന വാഗ്ദാനങ്ങൾ നൽകി. ആ വാഗ്ദാനങ്ങൾ നിറവേറുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്ന പിന്തുണ അവർ പിൻവലിച്ചത്. അത് തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചതാണ്. അതിനുശേഷവും അവരുടെ ആവശ്യങ്ങളിൽ ഒരു പരിഗണനയും ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രക്ഷോഭമായി. താങ്കൾ പറയുന്നതിൽ തന്നെ എങ്ങനെ അവിടെ ആ സംഭവങ്ങൾ, ആ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതിന്റെ ഉത്തരം താങ്കൾ പറയുന്നതിൽ തന്നെയുണ്ട്. ജമ്മുവിന്റെയും കാശ്മീരിന്റെയും ലഡാക്കിന്റെയും കൃത്യമായ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനാണ് മേഡം. നിങ്ങൾ മനസ്സിലാക്കണം, 2022 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ലഡാക്കിലേക്ക് മാത്രം ഇന്ത്യ മഹാരാജ്യത്ത് പോയിട്ടുള്ള സഞ്ചാരികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 6 ലക്ഷം ആളുകളാണ്. ഈ കേരളത്തിൽ സാമ്പത്തികമായിട്ട് ടൂറിസം മേഖലയുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിലേക്കാണ് ലഡാക്ക് പോയിട്ടുള്ളത്. ലഡാക്കിന്റെ വിഭവങ്ങളെ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള നേട്ടങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട്. ഇനി അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ സംസ്ഥാന പദവി ആയിക്കോട്ടെ, ഗോത്രമേഖലയിലെ പരിഗണന ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒക്ടോബർ 6 തീയതി കൃത്യമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ മീറ്റിംഗ് നിശ്ചയിച്ചപ്പോഴാണ് ഈ വാങ്ചോക്ക് എന്ന് പറയുന്ന വ്യക്തി നിരാഹാരം കിടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ ഈ പറയുന്ന പലതരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിൽ ആയുധമായിട്ട് ഒരു വാങ്ചുക്ക് വന്നാലൊന്നും ഈ രാജ്യത്തിലെ ജനങ്ങളൊന്നും അങ്ങനെ ഇറങ്ങിത്തിരിക്കില്ല മേഡം. പിന്നെ ഇവരിപ്പോ നോക്കൂ, അങ്ങനെ രാജ്യത്തിനെതിരെയുള്ള കലാപത്തിന്റെ ഭാഗമായ BJP ഒരു ഓഫീസ് എന്തിനാ ഇവർ തീയിടുന്നത്? CRPFന്റെ ഓഫീസുകൾ, CRPയുടെ വാഹനങ്ങൾ എന്തിനാ കത്തിക്കുന്നത്? സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഒക്കെയുള്ള ഗവൺമെന്റ് ഓഫീസുകൾ എന്തിനാ ആക്രമിക്കുന്നത്? അപ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇത് തന്നെയാണ് നമ്മുടെ ഈ നേപ്പാളിലും നമ്മുടെ ഈ ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഉണ്ടായത്. അത് ഈ രാജ്യത്ത് ആവർത്തിക്കുന്നതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു രാഹുൽ ഗാന്ധിയുടെ ഒരു മോഹത്തിന്റെ ഒരു മോഹഭംഗമാണ് സത്യത്തിൽ ലഡാക്കിൽ നടന്നത്. അദ്ദേഹത്തിന്റെ മോഹത്തിനനുസൃതമായിക്കൊണ്ട് അല്ലെങ്കിൽ അധികാരം രാജ്യത്തിന്റെ ഒരു ഭാഗത്ത്, അതും വളരെ തന്ത്രപ്രധാനമായ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഭാഗമാണ് എന്ന് കൂടി ആലോചിക്കണം. അവിടെ ജനങ്ങൾ അസ്വസ്ഥരാണ്, ജനങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടും അടിയന്തര പ്രാധാന്യത്തോടുകൂടി ആ വിഷയം അഡ്രസ് ചെയ്യാതെ അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും അവിടെ ആ സംഘർഷം വരുത്തിവെക്കുകയും ചെയ്തിട്ട് അത് രാഹുൽ ഗാന്ധിയുടെ തലയിൽ ഇട്ടുകൊടുത്താൽ ഞങ്ങൾ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇത് കാണിച്ച് ബീഹാറിൽ മറ്റിടങ്ങളിൽ ഇത് കാണിച്ചത് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു രാഹുൽ ഗാന്ധി എന്ന് പറയാൻ ഒരു അവസരം കിട്ടിയാൽ നല്ലത് എന്നതായിരുന്നു. ഈ പ്രശ്നം ഇത്രമേൽ സംഘർഷഭരിതമാകുന്നത് വരെ നീട്ടിക്കൊണ്ടുപോയതിലൂടെ നിങ്ങൾ ലക്ഷ്യമിട്ടത്. അങ്ങനെയല്ലോ ഈ രാജ്യത്ത് മേഡം, ഇന്ത്യ മഹാരാജ്യത്തുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും പ്രാദേശികമായിട്ടും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന അനവധി പ്രസ്ഥാനങ്ങളുണ്ട്, അനവധി സംഘടനകളുണ്ട്. ആ സംഘടനകളൊക്കെ തന്നെ പല രീതിയിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ ഒരു ലഡാക്ക് മോഡലിലേക്ക് അവർ കൊണ്ടുവരികയാണ്. ആ ലഡാക്ക് മോഡൽ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ശരി, താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കിയതാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഡോക്ടർ മോഹൻ വർഗീസ്, നോക്കൂ, പ്രക്ഷോഭത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണ് എന്നത്, അടിസ്ഥാനപരമായ വിഷയം എന്താണ് എന്നത് കേന്ദ്ര സർക്കാരിന് ഉൾപ്പെടെ അറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ഗാൽവാനിലുണ്ടായ പ്രശ്നം എത്രമാത്രം ഇന്ത്യ ചൈന ബന്ധത്തെ ബാധിച്ചു എന്നത് നമുക്കറിയാം. എല്ലാ തരത്തിലുള്ള
സഹകരണവും നിർത്തിവെക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ആ മേഖലയിലാണ് ഈ പ്രശ്നം ഈ രീതിയിൽ സംഘർഷഭരിതമാകുന്ന മുഹൂർത്തം വരെ കേന്ദ്ര സർക്കാർ പരിഹരിക്കാതെ കൊണ്ടുപോയത്. അതിന് ഇനിയിപ്പോൾ സോണം വാങ്ചുങ് പാകിസ്ഥാൻ ചാരനായാലോ ചൈനയുടെ ചാരനായാലോ അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ച് ജനങ്ങൾ ഇങ്ങനെയുള്ള താല്പര്യങ്ങളുമായി നിൽക്കുന്ന മനുഷ്യരുടെ കയ്യിൽ അകപ്പെട്ടു പോകാതെ അവരെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ഒരിക്കലും കേന്ദ്ര സർക്കാരിന് ആ ഭാരിച്ച ഉത്തരവാദിത്വമാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. കാരണം ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് കാശ്മീരിൻ്റെ കിഴക്കൻ പ്രദേശം, അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ, അവിഭക്ത ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കിഴക്കൻ മേഖലയായ ലഡാക്ക് പ്രദേശവും അതിൻ്റെ വടക്കൻ മേഖലയായ കാർഗിൽ പ്രദേശവും. ഈ രണ്ടും, കാർഗിലും ലേയും ചേർന്ന ലഡാക്ക്, ഇത് രണ്ടും ചെറിയ പ്രദേശങ്ങളാണ്, അല്ലെങ്കിൽ ചെറിയ ജനസംഖ്യയുള്ള പ്രദേശങ്ങളാണെങ്കിലും നോക്കൂ, ഏറ്റവും വലിയ ഫ്ലാഷ് പോയിന്റ്സ് ആയിരുന്നു പാകിസ്ഥാനുമായുള്ള കാർഗിൽ യുദ്ധം. എല്ലാവരുടെയും മനസ്സിലുണ്ടാകും 1999 വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്. അതുപോലെ ഗൽവാൻ സംഘർഷം നടന്നത് ഈസ്റ്റേൺ ലഡാക്കിലാണ്. അത് ഗൽവാൻ പ്രദേശം ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ഇതേ പ്രദേശവുമായി ബന്ധപ്പെട്ട ഏരിയയിലാണ് 100 കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന കവർന്നെടുത്തതായി രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. അത് വലിയൊരു വിഷയമാണ്. അതുപോലെ കിഴക്കൻ ടിബറ്റൻ മേഖല, അതിനോട് ചേർന്ന് കിടക്കുന്ന സിക്കിം, അരുണാചൽ പ്രദേശ് സംസ്ഥാനങ്ങളും ഫ്ലാഷ് പോയിന്റ്സ് തന്നെയാണ്. അതുകൊണ്ട് ഇതിനൊരു ട്രാൻസ്നാഷണൽ സ്വഭാവമുണ്ട്, ജിയോ പൊളിറ്റിക്കൽ സ്വഭാവമുണ്ട്. അതുകൊണ്ട് ലാഘവത്തിൽ കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. അതുകൊണ്ടാണ് തദ്ദേശീയരായ ജനവിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ബുദ്ധിസ്റ്റ് വിശ്വാസികളായ ലേ താഴ്വരയിലെ ലേ പ്രദേശത്തെ ആളുകളെ കോൺഫിഡൻസിലെടുക്കാൻ ജാഗ്രതാപൂർവമായ പ്രവർത്തനം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, കേന്ദ്ര സർക്കാർ കാഴ്ചവെക്കേണ്ടതുണ്ട്. അവിടെ എന്തെങ്കിലും അസ്വാരസ്യമുണ്ടെങ്കിൽ, ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഭവമുണ്ടെങ്കിൽ, പ്രതിഷേധമുണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളുക എന്നതാണ് യഥാർത്ഥത്തിൽ വേണ്ട നയം. ഇവിടെ നോക്കൂ, 2019 ഈ ജമ്മു ആൻഡ് കാശ്മീരിനുള്ള പ്രത്യേക സംസ്ഥാന പദവി അത് ക്യാൻസൽ ചെയ്യുന്നു, അബ്രിഗേറ്റ് ചെയ്യുന്നു. അതിനുശേഷം കാർഗിൽ മേഖലയിലെയും ലേ മേഖലയിലെയും ജനങ്ങൾ, പ്രത്യേകിച്ച് ലഡാക്കിലെ ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേന്ദ്രഭരണ പദവി ആദ്യം വെൽക്കം ചെയ്തത്. അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കേന്ദ്ര ഫണ്ടുകൾ എത്തുന്നു, അവിടെ സുരക്ഷാ സംവിധാനം വർദ്ധിക്കുന്നു. കാശ്മീർ ജനത അത് കണ്ടതുപോലെയല്ല കാർഗിലെയും ലേയിലെയും ജനത അത് കണ്ടത് എന്നത് പ്രത്യേകമായി ഓർക്കണം. ആ സമയത്ത് അവർക്ക് സംസ്ഥാന പദവി വേണ്ട എന്നായിരുന്നു മഹാഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. അതുകൊണ്ടാണ് പിന്നീട് നടന്ന ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJPക്ക് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതും അതുകൊണ്ടാണ്. ഇപ്പോൾ നിലവിലുള്ള MP ഒരു പാർട്ടിയിലും പെടുന്നയാളല്ല, ഒരു സ്വതന്ത്ര ആളാണ്. എങ്കിൽ പോലും BJPക്ക് ചെറിയ വേരോട്ടം ഉണ്ടായത് അതുകൊണ്ടാണ്. അല്ല, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് അങ്ങനെയല്ല എന്നുകൂടി ഓർക്കണം. കാശ്മീർ താഴ്വരയിൽ, ശ്രീനഗർ വാലിയിൽ അങ്ങനെയല്ല. ജമ്മുവിൽ വ്യത്യസ്തമാണ് സാഹചര്യം. അപ്പോൾ അവിടെ ആ സാഹചര്യം അനുകൂലമാക്കി എടുക്കാനുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ശ്രമം പൂവണിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് അസംതൃപ്തി എവിടെയെങ്കിലും ചെറിയ തോതിലെങ്കിലും, ഇപ്പോൾ തൊഴിലില്ലായ്മ, ശ്രീ റോണി കെ ബേബി പറഞ്ഞ തൊഴിലില്ലായ്മ അത് ശരിയാണ്. കാരണം വലിയ രീതിയിൽ ഈ തൊഴിൽ ജനറേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു കാര്യം, യഥാർത്ഥത്തിൽ തൊഴിൽ ജനറേറ്റ് ചെയ്യുന്നത് മറ്റൊരു കാര്യം. അവിടെ ലോക്കൽ അസംതൃപ്തി ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അഫോർഡ് ചെയ്യാനാവില്ല. അരുണാചൽ പ്രദേശിലാകട്ടെ, സിക്കിമിലാകട്ടെ, ഈ പറയുന്ന മേഖലയിലാകട്ടെ, ലഡാക്കിലാകട്ടെ, തൊഴിലില്ലായ്മയും ജനകീയ വിഷയങ്ങളും അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ മറ്റ് ശക്തികൾ കയറി കളിക്കും അവിടെ. ഇവിടുത്തെ ചോദ്യം, ഇനി ആരാണ് മറ്റ് ശക്തികൾ? നോക്കൂ, ഒരു സാമ്പിൾ, ഇതൊരു ആർഗ്യുമെൻറ്റേറ്റീവായി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഇതൊരു ഹൈപ്പോത്തറ്റിക്കലി മാത്രമേ ഇപ്പോൾ കാണാനൊക്കൂ. കൃത്യമായി പറയാനാവില്ല ബാഹ്യശക്തികളുടെ ഇടപെടൽ അവിടെ ഉണ്ടായി എന്ന്, ലേ മേഖലയിൽ ഉണ്ടായി എന്ന് കൃത്യമായി പറയാനൊക്കില്ല. പക്ഷേ ഇപ്പോൾ കാർഗിലും ലേയും ഒന്നിച്ചു നിൽക്കുന്നു. പ്രക്ഷോഭത്തിൽ അവർ ഏതാണ്ട് ഒരുമിച്ചാണ്. കാരണം അടിസ്ഥാനപരമായ DNA വ്യത്യാസമാണ്. കാർഗിൽ മേഖലയിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്, ലേ മേഖലയിൽ മഹാഭൂരിപക്ഷം ബുദ്ധമതക്കാരാണ്. അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്, ഒരേ ഒരു പ്രദേശമാണെങ്കിൽ പോലും. അവിടെ അവർ ഒന്നിച്ചു നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ആ വിഷയത്തിൻ്റെ ഗൗരവം കണ്ടേ പറ്റൂ. പക്ഷേ ഇവിടെ ബാഹ്യശക്തികൾ, ആരോപണം ആണ്, ബാഹ്യശക്തികൾ ഇടപെടുന്നുണ്ട് എങ്കിൽ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ ഒരുപക്ഷെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ചെറിയ പങ്കെങ്കിലും ഉണ്ട്. കാരണം ഇത് ഒരു കാരണവശാലും ഇത് പ്രക്ഷോഭമായി വളരേണ്ട കാര്യമല്ല. ഇത് നോക്കൂ, പ്രക്ഷോഭത്തിൻ്റെ ഗതിവിഗതികൾ നോക്കൂ. ഇത് നിരാഹാര സമരം കിടക്കുകയാണ്. 8-9 പേര് നേതാക്കന്മാരാണ്. അവർ നിരാഹാരം കിടക്കുന്നു. എത്ര ദിവസം വരെ ജീവൻ വെടിയാതെ എത്ര ദിവസം വരെ നിരാഹാരം കിടക്കാം? അപ്പോൾ അന്തിമമായ സൊല്യൂഷന് വേണ്ടി
നേരത്തെ വിമാനം അയച്ചു കൊടുത്ത് പ്രക്ഷോഭകാരികളെ അല്ലെങ്കിൽ പരാതിക്കാരെ ഡൽഹിയിലേക്ക് വരുത്താൻ കാട്ടിയ ആർജവം ഈ റൗണ്ടിൽ കാട്ടുന്നില്ല. അതിനർത്ഥം എന്താ? നാളെ ഒരു മീറ്റിംഗ് ഉണ്ടായെന്ന് പറയുന്നു, അത് അന്തിമമായ കാര്യമല്ല. ഒക്ടോബർ മാസം 10-ാം തീയതി, അപ്പം ഇന്നേക്ക് ഇനി ഒരു 10-14 ദിവസം കൂടി വൈകി നടക്കേണ്ട ആ മീറ്റിംഗ്, അതുവരെ ഇവർ ജീവിച്ചിരിക്കില്ല എന്നൊരു പ്രതീതി ഉണ്ടായി. അതോടൊപ്പം തന്നെ നാളെ അനൗദ്യോഗികമായി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഔദ്യോഗികമായി അവരെ അറിയിച്ചത് ഒക്ടോബർ 6-ന് ഒക്ടോബർ 6-ന് ചർച്ച ചെയ്യുന്നതാണ്. ശ്രീ പ്രിന്റു മഹാദേവ്, നിങ്ങൾ ഇവിടെ സമരം കിടന്നാൽ പിണറായി വിജയൻ സർക്കാർ അടുത്ത മാസം നിങ്ങൾ ഇവിടെ ഏതെങ്കിലും വിഷയം ഉയർത്തി, ഏതെങ്കിലും നിങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയം ഉയർത്തി സമരം കിടക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാർ പറയുന്നു അടുത്ത മാസം അവസാനം സംസാരിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതമാകുമോ? 4 വർഷമായി അവരുമായി ഈ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുകയാണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ അറിയിക്കുകയാണ്. അപ്പോൾ ശ്രീ പ്രിന്റു, ഇത് ഇവിടെ ഒരു ഡേറ്റിന്റെ വിഷയം മാത്രമാണ്, ഇതൊരു ആരോപണമായി, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആരോപണമാണ്. അങ്ങ് ഡിപ്ലോമാറ്റിക്കായി സംസാരിക്കുന്ന ഒരാളാണ്. അങ്ങ് തന്നെ പറയും 6-ാം തീയതി കേന്ദ്ര സർക്കാർ ഇവരുമായിട്ട് ചർച്ച വെക്കുന്ന സമയത്ത് ഈ പറയുന്ന സോനം വാങ്ചുക്ക് അദ്ദേഹം നിരാഹാരം കിടക്കുകയാണ്. എന്നിട്ട് അത് ചർച്ച നടക്കുന്നതിന്റെ ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് അവിടുത്തെ യുവാക്കളെയും ജനങ്ങളെയും തെരുവിലേക്ക് ഇറക്കി വിടുമ്പോൾ അവരുടെ ഉദ്ദേശശുദ്ധി എന്താണ്? ഇറക്കി വിട്ടതാണോ സ്വയം ഇറങ്ങിയതാണോ എന്ന് ഈ സമാധാന മാർഗമുള്ള സമരം വേണ്ട, ഞങ്ങൾ ഗാന്ധിയൻ മാർഗം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവർ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങിയത് എന്ന് പറയപ്പെടുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടിരിക്കണമല്ലോ. ഒരു സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ അവരോട് ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ചർച്ചയ്ക്ക് 2 ചർച്ചകൾക്ക് തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു കലാപം ഉണ്ടാക്കിക്കൊണ്ട് BJP ഓഫീസുകളും അവിടുത്തെ സൈനികരെയും ആക്രമിക്കുന്നതിന് പിന്നിൽ ലക്ഷ്യം എന്താണ്? അവിടെയാണ് പറയുന്നത് ഇത് ജൻസിയാണ്, രാഹുൽ ഗാന്ധിയുടെ ഗൂഢാലോചനയുള്ള ജൻസിയാണ്. ആ ജൻസി ഒന്നും ഇന്ത്യ മഹാരാജ്യത്ത് നടക്കില്ല. ഇത് നേപ്പാളിലെ പ്രധാനമന്ത്രിയല്ല ഭരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കണം. ശ്രീലങ്കയിലെ പ്രധാനമന്ത്രിയല്ല. ചങ്കറപ്പും നട്ടവപ്പും നെഞ്ചളവും കൂടുതലുള്ള അങ്ങനെ ഒരുപാട് വെല്ലുവിളികൾ ഇന്ത്യ എന്ന രാഷ്ട്രം അഭിമുഖീകരിച്ചിട്ടുണ്ട്, അതിനെ മറികടന്നിട്ടുണ്ട്. അത് ഇപ്പൊ മാത്രമല്ല, ഇങ്ങനെയുള്ള ഏത് സാഹചര്യങ്ങളെയും മറികടക്കാൻ, അത് ബാഹ്യശക്തികളുടെ ഏത് ഇടപെടലിനെയും മറികടക്കാൻ ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ സ്വഭാവം പരിശോധിച്ചാൽ അത് മുൻപും സാധ്യമായിട്ടുണ്ട്. ഇതിനേക്കാൾ ചങ്കുറപ്പുള്ള രാഷ്ട്രത്തലവന്മാർ ഇന്ത്യക്ക് മുൻപും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പാണല്ലോ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ഇങ്ങനെ ഒരു മുതലെടുപ്പിനുള്ള സാധ്യത ഉണ്ട് എങ്കിൽ പോലും അതിലേക്ക് നയിക്കാതെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതില്ലേ എന്ന പോയിന്റിലേക്ക് താങ്കൾ വരുന്നില്ല. ആ പോയിന്റിലേക്ക് താങ്കൾ വരുന്നില്ല. ഞങ്ങൾ അടിച്ചൊതുക്കിയില്ലേ എന്നതാണ് ചോദിക്കുന്നത്. ശ്രീ പ്രിന്റു, ഇതിനകത്ത് ശ്രീ പ്രിന്റു ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ അത് പറയാം. ഇതിനകത്ത് ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ വിഷയമാണ്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സുരക്ഷയുടെ വിഷയമാണ്. അതിന് ഒരു ചെറിയ വൈകല്യമെങ്കിലും ചെറിയ ഒരു പ്രദേശത്ത്, ലഡാക്ക് എന്ന് പറയുന്ന തന്ത്രപ്രധാനമായ മേഖല, ഒരിക്കൽ പോലും അവിടുത്തെ ജനതയുടെ പ്രക്ഷോഭം എന്ന് പറയുന്നില്ല, ജനതയുടെ എന്തെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് അതാത് സമയത്ത് പരിഹരിച്ചു പോകേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. കാരണം മധ്യപ്രദേശിൽ സംഭവിക്കുന്ന പോലല്ല, അതൊരു അതിർത്തി സംസ്ഥാനമല്ല എന്ന് ഓർക്കണം. അവിടെയാണ് ഇവിടെ ഉണ്ടായ ഒരു നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും പ്രക്ഷോഭത്തിൻ്റെ ഒരു മിനിറ്റ് നേപ്പാളിലെയും ബംഗ്ലാദേശിലെയും വിഷയത്തിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ടാണ് പലരും ഇതിനെ അവലോകനം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ട്രെൻഡ് നോക്കൂ ശ്രീ പ്രിന്റു, അതിൻ്റെ ട്രെൻഡ് ഒന്ന് നോക്കൂ. നേപ്പാളിലെ പ്രക്ഷോഭം ഒരു പകുതി പോലും ആയില്ല. തുടങ്ങി ഒരു ഗവൺമെൻറ് നേപ്പാൾ പ്രൊആക്റ്റീവായിട്ട് പ്രതികരിക്കാൻ നോക്കി, അപ്പോഴും കൈവിട്ടു പോയിരിക്കുന്നു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രക്ഷോഭം പകുതി വഴി കൈവിട്ടു പോയി കഴിഞ്ഞു. അവരെല്ലാം അംഗീകരിക്കാൻ തയ്യാറാണ്. ഇവിടെ ആ ഒരു ട്രെൻഡാണ് വരുന്നതെങ്കിൽ അതായിരിക്കാം ഒരുപക്ഷെ രാജ്യവിരുദ്ധ ശക്തികൾ ആഗ്രഹിക്കുന്നത്. ആ ട്രെൻഡ് വരാതിരിക്കാൻ ജാഗ്രത, അവിടെയാണ് ജനങ്ങളെ കോൺഫിഡൻസിലെടുക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. അതുകൊണ്ട് ഈ 6-ാം തീയതി ഒക്ടോബർ 6 വരെ ചർച്ച നീട്ടിവെക്കേണ്ട ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് പലരും ഇൻഡിപെൻഡൻ്റായി പലരും ചോദ്യം അതാണ്. അത് മാത്രമേ ചോദിക്കാനുള്ളൂ. നോക്കൂ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കുൾപ്പെടെ നേപ്പാളും ബംഗ്ലാദേശുമായി കൂട്ടിച്ചേർത്ത് വരയ്ക്കാൻ ഒരു വാർത്ത ഇട്ടുകൊടുത്തു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അത് ഒഴിവാക്കാമായിരുന്നില്ലേ എന്നതാണ് ചോദ്യം. ഞാൻ അതിഥികളിലേക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയിലേക്ക്.